ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ നിങ്ങൾ ഏറ്റവും അധികം തന്നെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ തോന്നുന്ന ഒരു വ്യക്തി ആരാണ്? അതേപോലെ തന്നെ നിങ്ങളെ ഏറ്റവും അധികം തന്നെ സന്തോഷിപ്പിച്ചിട്ടുള്ള വ്യക്തി ആരാണ്? ഈ ഒരു രണ്ട് വ്യക്തികളെ തിരഞ്ഞെടുക്കാനുള്ള ഒരു സമയമാണ് നമ്മുടെ ഫൈനൽ സെവൻസിന് കിട്ടിയിട്ടുള്ളത്. ഇതിലാദ്യം തന്നെ അനീഷ പറയുന്നത് ഞാൻ വേദനിപ്പിച്ചിട്ടുള്ളത് എനിക്ക് തോന്നുന്ന ആദിലേനെയാണ് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൂടെ എനിക്കൊരു ക്ഷമ പറയാനുണ്ട്. എണീക്കാതില്ല പാത്രം കഴുകണം എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വെറുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതെനിക്ക് അതിലൂടെ ക്ഷമ ചോദിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. പിന്നീട് അതേപോലെ തന്നെ അതിലെനിക്ക് പാട്ടൊക്കെ പാടുകയും സൂപ്രൂട്ട് എന്നൊക്കെ വിളിച്ച് ഭയങ്കര അതിൽ തന്നെ ഞങ്ങൾ ഇഷ്ടത്തിലൊക്കെ ആയിരുന്നു. അതായത് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെ ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും എനിക്കൊരു സോറി പറയാനുണ്ട്. അതേപോലെ തന്നെ എനിക്കൊരു സന്തോഷം തോന്നിയിട്ടുള്ളത് ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ മാറ്റിയെടുത്ത് നല്ലൊരു വ്യക്തിയായിട്ട് മാറ്റി നല്ലൊരു സൗഹൃദമുണ്ടാക്കി മറ്റുള്ള ആൾക്കാരോട് എങ്ങനെ ഇടപെടണം എന്നുള്ള കാര്യങ്ങൾ വരെ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഷാനവാസിന് ഒരു വലിയ നന്ദി പറയുകയാണ്. അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ അക്ബർ പറയുന്നത് എനിക്കൊരു സോറി പറയാനുള്ളത് ഷാരികയുടെ ആണ്. ഷാരികയുടെ അടുത്ത് ഞാൻ വിഷപ്പാമ്പ് എന്നൊക്കെ പറഞ്ഞ് പാട്ട് പാടുകയും ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര അധികം തന്നെ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. പിന്നെ ഗെയിമിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ എല്ലാവരോടും അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കിയിട്ടുണ്ട്, ക്ഷമ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേങ്കിൽ എനിക്കിപ്പം ഉള്ളിലൊരു കുത്തലുണ്ടായിട്ടുള്ളത് ആ ഒരു കാര്യമാണ് എന്നുള്ളത് പറയുന്നുണ്ട്. പിന്നീട് എനിക്ക് ഏറ്റവും കൂടുതലൊരു സന്തോഷം തോന്നിയിട്ടുള്ളത്, ഒരു നന്ദി പറയാനുള്ളത് ആര്യൻ്റെ അടുത്താണ് എന്നുള്ള കാര്യങ്ങൾ പറയുന്നു. കാരണം ഞാൻ അത്ര അധികം തന്നെ ഡൗൺ ആയിരുന്ന സമയത്തും അപ്പാണി പോയ സമയത്തും ഞാൻ ഭയങ്കര അധികം തന്നെ ഡൗൺ ആയിരുന്നു. അപ്പോഴും എൻ്റെ കൂടെ നിർത്തി എടാ പോട്ടറ അതൊക്കെ അവർ എന്നെ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി തകർക്കാൻ വേണ്ടി അവർ പറയുന്നതാണ്, നീ അതൊന്നും നോക്കണ്ട, നീ നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കുക എന്ന് പറഞ്ഞ് അവരെന്നെ ഒത്തിരി അധികം തന്നെ ആശ്വസിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആര്യനോട് ഞാനൊരു നന്ദി പറയുന്നു എന്നുള്ള രീതിയിലായിരുന്നു അക്ബർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.